പള്ളുരുത്തെ സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദം ആളിക്കത്തുകയാണ്. സമവായത്തിലേക്കെത്തിയ വിഷയത്തിൽ മന്ത്രിയുടെ ഇടപെടലാണ് പ്രശ്നം വഷളാക്കിയത്. ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അനുവദിക്കില്ല എന്നും വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം തുടർന്നും ധരിച്ചുകൊണ്ട് പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണമെന്നുമായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. ഈ നിർദ്ദേശം തള്ളിയ സ്കൂൾ അധികൃതർ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. സ്കൂളിലെ നിയമം പാലിക്കാൻ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണെന്ന് സെന്റ് റീത്ത സ്കൂളിലെ പ്രശ്നം പരിഗണിച്ച ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. 2018 യൂണിഫോം സംബന്ധിച്ച മറ്റൊരു കേസിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് നിർദ്ദേശിക്കുന്ന യൂണിഫോം ധരിക്കേണ്ടതാണെന്നും അതിൽ വ്യക്തി സ്വാതന്ത്ര്യം അനുവദിക്കാനാകില്ലെന്നും ജസ്റ്റിസ് മുഷ്താഖ് വിധി പുറപ്പെടുവിച്ചിരുന്നു. ഈ വിധികൾ ഉയർത്തിക്കാട്ടിയാണ് മന്ത്രിക്കെതിരെ സ്കൂൾ മാനേജ്മെന്റ് നിലപാട് കടുപ്പിക്കുന്നത്. മന്ത്രിയുടെ ഇടപെടൽ വിവേകത്തോടെ ആയിരുന്നില്ലെന്ന വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസും രംഗത്തു വന്നു. ഹിജാബ് വിഷയത്തിൽ എന്താണ് നിയമം പറയുന്നത്? എന്തുകൊണ്ടാണ് നിയമസാധുതയില്ലാത്ത ഒരു കാര്യം സർക്കുലറായി മന്ത്രി മുന്നോട്ട് വെച്ചത്? നടപ്പാക്കാൻ കഴിയാത്തതാണോ മന്ത്രിയുടെ നിർദ്ദേശം?